എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് നിക്ഷേപങ്ങൾ നടത്തുന്നത് നിരവധി പേരാണ്. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിക്ഷേപിക്കുന്ന തുകയുടെ സുരക്ഷയും പലിശ നിരക്കുമാണ് പ്രധാനമായിട്ടും എല്ലാവരും നോക്കുന്നത്. അത്തരത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ സുരക്ഷിതത്വവും മികച്ച പലിശയും ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സഡ് നിക്ഷേപ പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസുകളിലുള്ളത്. അതിലൊന്നാണ് പോസ്റ്റ് ഓഫീസിൻ്റെ ടൈം ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ. ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സമാനമാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകൾ. ഒറ്റത്തവണയായിട്ട് ഒരു തുക നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത്. ഏറ്റവും കുറഞ്ഞത് 1 വർഷ കാലാവധിയും അതോടൊപ്പം തന്നെ 2 വർഷം, 3 വർഷം, 5 വർഷം എന്നിങ്ങനെ കാലയളവുള്ള മൊത്തത്തിൽ 4 ടൈം ഡെപ്പോസിറ്റുകളാണ് പോസ്റ്റ് ഓഫീസുകളിൽ ലഭിക്കുന്ന ഈ സ്കീമിലുള്ളത്. 1000 രൂപയാണ് ഏറ്റവും കുറഞ്ഞത് ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നത്. പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ്. ഒറ്റയ്ക്കോ ജോയിൻ്റായോ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഒരു രക്ഷകർത്താവിനെ ആഡ് ചെയ്ത് കുട്ടികൾക്കും ചേരാവുന്നതാണ്. അതോടൊപ്പം തന്നെ പദ്ധതിയിൽ നോമിനിയെയും ചേർക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായോ ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. ടൈം ഡെപ്പോസിറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. എന്നാൽ പെട്ടെന്ന് ആവശ്യം വന്നാൽ കാലാവധി എത്തുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യാവുന്നതാണ്. എന്നാൽ 6 മാസത്തെ ലോക്കിംഗ് പീരീഡ് ഉള്ളതിനാൽ 6 മാസം കഴിഞ്ഞാലേ ക്ലോസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 6 മാസം കഴിഞ്ഞ് 12 മാസത്തിനുള്ളിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് ലഭിക്കുന്നതല്ല. അതിനു പകരം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലെ പലിശ നിരക്കാണ് ലഭിക്കുന്നത്. 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പലിശയുടെ 1% കുറച്ചായിരിക്കും ലഭിക്കുന്നത്. ഇനി 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ആദായ നികുതി സെക്ഷൻസ് 80C പ്രകാരം നികുതി ഇളവും ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിൽ നിന്നും ലഭിക്കുന്ന പലിശ നികുതിക്ക് വിധേയമായിരിക്കും. ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുമ്പോൾ TDS ഉൾപ്പെടെയുള്ളവ പിടിച്ച തുകയായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് പദ്ധതിയിൽ ചേരുമ്പോൾ എത്രയാണോ പലിശ നിരക്ക് ആ പലിശ തന്നെയായിരിക്കും പദ്ധതിയുടെ കാലാവധി തീരുന്നത് വരെ ലഭിക്കുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകളൊന്നും ഉണ്ടാവുന്നതല്ല. 2025 സെപ്റ്റംബറിലെ പലിശ നിരക്കുകൾ പ്രകാരം 1 വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിൽ 1 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ചാൽ 6.9% പലിശ നിരക്കിൽ 6900 രൂപ നിങ്ങൾക്ക് പലിശയായിട്ട് ലഭിക്കുന്നതാണ്. 2 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ 7% പലിശ നിരക്കിൽ 14000 രൂപ ലഭിക്കുന്നതാണ്. 3 വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിലാണ് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ 7.1% പലിശ അനുസരിച്ച് 21300 രൂപ പലിശയായിട്ട് ലഭിക്കുന്നതാണ്. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ 7.5% പലിശ നിരക്കിൽ 37500 രൂപ നിങ്ങൾക്ക് പലിശയായിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ TDS ഒന്നും തന്നെ പിടിക്കാതെ തന്നെ നിങ്ങൾക്ക് പണം നൽകുന്നതാണ്. ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപം 1 വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് അതിൻ്റെ പലിശ ലഭിക്കുന്നത്. അതായത് ഓരോ വർഷം കൂടുമ്പോഴായിരിക്കും പലിശ ലഭിക്കുന്നത്. ഈ പലിശ കൈകളിൽ നേരിട്ടല്ല ലഭിക്കുന്നത്. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലുള്ള SB അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ഏതെങ്കിലും ബാങ്കിലെ SB അക്കൗണ്ടിലോ ആയിരിക്കും ക്രെഡിറ്റ് ആവുന്നത്. 2025 സെപ്റ്റംബർ മാസം മുതലുള്ള ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ നമുക്ക് പരിശോധിക്കാം. 1 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 6.9% പലിശ നിരക്ക് വരുന്നത്. 2 വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് 7%, 3 വർഷത്തേതിന് 7.1%, 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 7.5%. 2025 സെപ്റ്റംബർ മുതലുള്ള പലിശ നിരക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് സേവിങ്സ് സ്കീമുകളുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ ഓരോ 3 മാസം കൂടുമ്പോഴും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ കാലാവധി കഴിയുമ്പോൾ നിക്ഷേപം പിൻവലിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും നിക്ഷേപിക്കുവാനോ സാധിക്കുന്നതാണ്. പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയുവാനായിട്ട് അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.